തീർന്നു പോകാത്ത നിത്യഭവനത്തിൽ നിങ്ങൾക്കൊരു ഭവനം, ആ നിത്യതയിൽ നിങ്ങൾക്കൊരു ഭവനം ഇന്നേവരെ ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടെങ്കിൽ നിങ്ങളെപ്പോലെ അരിഷ്ടന്മാർ ആരുണ്ട്? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിത്യതയിൽ ഒരു ഭവനം കണ്ടെത്തിക്കൊള്ളുവിന്. അതെല്ലാവർക്കും വേണ്ടി ദൈവം എന്താണ് കരുതിയിട്ടുണ്ട്. എന്നാൽ അതെന്താണ്? ആരത് സ്വന്തമാക്കും? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഈ നിത്യഭവനം നിങ്ങൾ സ്വന്തമാക്കേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭൂമിയിൽ വെച്ച് നമ്മളൊരു പാപമോചനം നേടുന്നില്ല എങ്കിൽ നമുക്ക് ആ ഭവനം സാധ്യമല്ല. അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് അത്രേ ദൈവം സൂക്ഷിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമത്രേ സ്വർഗീയ ഭവനം നമുക്ക് വേണ്ടി കരുതുന്നത്. ഒരു പാപിക്കും അവിടെ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഒരു അശുദ്ധനും അവിടെ പ്രവേശിപ്പാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അറിയുന്നു, നിങ്ങൾ എല്ലാവരും പാപികളും ദോഷികളുമാണ്. നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ പാപികളും ദോഷികളുമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് സാധ്യമല്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിങ്ങൾ മരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ടുള്ള സാക്ഷ്യം നേടിയിട്ട് വേണം ഭൂമിയിൽ മരിപ്പാന്. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കണം.